എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു സെൻസേഷണൽ വാർത്ത നമ്മുടെ നാട്ടിൽ നടന്നു. അതായത് 1.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ അഷ്കർ എന്ന് പറയുന്നവൻ ചെയ്ത ആ ഒരു പ്രശ്നം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവൻ ഓൾറെഡി അറസ്റ്റായി. അവൻ്റെ ഭാര്യ ഈ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള അഖില അറസ്റ്റായി. ഈ അറസ്റ്റായപ്പോഴും ഈ നടന്ന സംഭവം, അതായത് 1.5 വയസ്സുള്ള കുഞ്ഞിനോട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഈ ആ കൊച്ചിൻ്റെ തള്ളയ്ക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, അവനും അറിയാം. എന്നിട്ടും ആശുപത്രിയിലൊക്കെ പോയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ് ഏട്ടായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ഇതിനകത്ത് പറയണമെന്ന് തോന്നിയത്. ഓക്കെ, ഇപ്പോൾ ഇവരുടെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഷ്കറും അഖിലയും ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ഇവർ തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്നു. ഈ അഖില എന്ന് പറയുന്ന ആൾക്ക് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. ഈ ആദ്യ ഭർത്താവിലുള്ളതാണ് ഈ 1.5 വയസ്സുള്ള ഈ കുഞ്ഞ്. ആദ്യ ഭർത്താവ് 1.5 വർഷം മുമ്പ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് സ്വന്തമായിട്ട് പോയി. സ്വാഭാവികമായിട്ടല്ല, സ്വന്തമായിട്ട് പുള്ളിക്കാരൻ അവസാനിപ്പിച്ചിട്ടങ്ങ് പോയി. ആ അവസാനിപ്പിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇന്നലത്തെ വീഡിയോ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കാനുള്ള കാരണമെന്ന്. ഇപ്പോൾ അതിനെ ചൊല്ലി ഒരു സാമാനം വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ അഷ്കർ എന്ന് പറയുന്നവൻ്റെ ഇടപെടൽ കൊണ്ടിട്ടാണ് അയാൾ അന്ന് ജീവിതം അവസാനിപ്പിച്ചതെന്ന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു അവിഹിത കഥ അതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഈ പെണ്ണ് ഇവനുമായിട്ടൊരു ബന്ധത്തിലുണ്ടായിരുന്നു. ഇവൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ഇവൻ ആമിന എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ആയിട്ട് ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പെൺകുട്ടിയുടെ തല പിടിച്ച് ഭിത്തിയിലടിച്ച് ആ പെൺകുട്ടി കോമ സ്റ്റേജിലേക്ക് പോയി ഇപ്പോൾ പതുക്കെ റിക്കവറി ചെയ്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇതുങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. വല്ലാത്തൊരു തരം ജീവിതം തന്നെയാണ് ഇതുങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇതുങ്ങൾക്കൊന്നും യാതൊരു റിഗ്രറ്റും ഇല്ലെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അഖില എന്ന് പറയുന്ന ഈ പുള്ളിക്കാരുടെ ഭർത്താവ് പോകാനുള്ള കാരണം എന്താണെന്നുള്ളത് പോലീസ് അന്വേഷിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഈ അഖില ഒരു ഡാൻസ് സ്കൂളിൽ എങ്ങാണ്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കൂടെ വർക്ക് ചെയ്ത ഒരാളുടെ ഇതേപോലെ പോയ സംഭവവും എന്താണെന്നുള്ളത് ഇപ്പോൾ അന്വേഷണം വരുന്നു. രണ്ടിനകത്തും അവൻ്റെ കൈയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് വാർത്തയിൽ ഈ വിഷയം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ക്ക് കാരണമായിട്ടുള്ള ഒരു പ്രവൃത്തി അഷ്കറിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തും. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിറയൻകീഴ് സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ കൂടി പോലീസ് അന്വേഷിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. അത് ഈ അഖില ജോലി ചെയ്തിരുന്ന ഡാൻസ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അതായത് ഈ സ്ത്രീക്ക് ഒരു വിവാഹ വാഗ്ദാനം നൽകി അത് വിവാഹത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടമായപ്പോൾ അഷ്കർ അഖിലയോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതാണ് പിന്നീട് ഈ സ്ത്രീയുടെ എത്തിയത്, അല്ലെങ്കിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് എത്തിയത് എന്നുള്ള ചില മൊഴികൾ കൂടി നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 മരണങ്ങളും അന്വേഷിക്കാനാണ് പോലീസ്. ഓക്കെ, ഈ 2 കാമാക്രാന്തം കൊണ്ട് മരണത്തിനിരയായത് 2 പേരാണ്. ഒന്ന് ഈ അഖില എന്ന് പറയുന്നവരുടെ ഭർത്താവും, 2 അഖിലയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും. ഈ അഖിലയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയുമായിട്ട് യവൻ വിവാഹ വാഗ്ദാനം നൽകി നടത്തി. ഇവൻ എന്ന് പറയുമ്പോൾ അഷ്കർ, ഈ കുഞ്ഞിനെ ഇപ്പോൾ ഉപദ്രവിച്ച ആൾ. ഈ പെണ്ണ് അതറിഞ്ഞിട്ടും ഇവൻ്റെ കൂടെ പോയി. ഇത് മാത്രമല്ല, യവനൊരു മുന്നേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ആമിന എന്ന് പറയുന്നൊരു കുട്ടീനെ. ആ പുള്ളിക്കാരിനെ അടിച്ച് അവർ കോമ സ്റ്റേജിലേക്ക് പോയി. അവരിപ്പോൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ 18ാമത്തെ വയസ്സിലാണ് അതിനെ ആക്രമിച്ചത്. കല്യാണം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ടേ ആക്രമിച്ചു തുടങ്ങി. ഇത് ഈ പെണ്ണ് മാത്രം, ഈ അഷ്കർ എന്ന് പറയുന്ന ഈ നാറി മാത്രമല്ല, ഇവരുടെ കുടുംബം മൊത്തവും ചെറ്റ കുടുംബമാണ്. അതെന്താ സംഭവം നമുക്കൊന്ന് കേൾക്കാം. നമുക്ക് ഈ ആമിന എന്ന് പറയുന്ന ആൾ, അതായത് ഈ അഷ്കറിൻ്റെ ആദ്യ ഭാര്യ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എങ്ങനെയാണ് അവൻ ആ പെൺകുട്ടിയോട് സ്നേഹം പ്രകടിപ്പിച്ചതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഒന്ന് പേരുംകുട്ടി താൻ്റെ ഭിത്തിയിലും വെച്ചിലിച്ച് എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി എന്നെ പിടിച്ച് അടിക്കും, തല പിടിച്ച് ഭിത്തിയിലടിക്കും എന്നൊക്കെയാണ് പുള്ളിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കല്യാണം ഇവൻ്റെ ഒരു സെൻസ് എന്ന് പറഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടിമ, അവളെ തല്ലാൻ കൊല്ലാൻ തലയും കുത്തിയിടാൻ എന്തും ചെയ്യാം. ഈ പെൺകുട്ടി ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്ന സാധനം ഈ പല തരത്തിൽ ഇവൻ ആ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തല പിടിച്ച് ഭിത്തിയിലിടിക്കുന്നു, ഫാനിൽ കെട്ടിത്തൂക്കിയിടാൻ ശ്രമിക്കുന്നു, കിണറ്റിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. സോ ഇവൻ്റെ മൈൻഡിൽ ഇവൻ്റെ ഉള്ളിലൊരു സൈക്കോ തെണ്ടി ഉണ്ട്. ഇവന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ റിപ്പർ എന്നൊക്കെ പറയുമല്ലോ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നൊരു ചെറ്റയാണവൻ. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ കൂടെ പോയത്. ഇനി ഈ അഖില എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ ഒരു സുഹൃത്ത് ഇവർ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും ആ പെൺകൊച്ചിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം.
നിങ്ങളോട് പഠിച്ചതാണ്? ജൂനിയറായിട്ട് പഠിച്ചാണ്. അന്നേ പരിചയമുണ്ട്? അന്നേ പരിചയമുണ്ട്. ഞാൻ ഈ സംഭവം തുടങ്ങണതിന് മുന്നേ തന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഈ പുള്ളിയുടെ ഫോട്ടോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അന്നെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ നമ്മളിപ്പോൾ അഫെയറിലാണ് എന്ന് പറഞ്ഞ്. ഞാൻ അന്നേ പറഞ്ഞ് ഈ പയ്യനെ പറ്റി നേരത്തെ അറിയാന്നുള്ളത് കൊണ്ട് പറഞ്ഞ് നീ ഇത് വിഷയമാവും, പിന്നീട് നീ തീവണ്ടിക്കാണ് തലവയ്ക്കാൻ പോകണമെന്ന് ഞാൻ അന്നേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അന്ന് മുതലേ യവൻ്റെ സ്വഭാവം കോഞ്ഞാട്ടയാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും സ്വന്തക്കാർക്കും സ്വന്തം വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം. ഈ പെണ്ണിനും അറിയാം, ഈ അഖില എന്ന് പറയുന്ന പെണ്ണിനും അറിയാം ഇവനൊന്ന് പറഞ്ഞ് രണ്ടിന് തല്ലുന്നവനാണ്, ഇവൻ ഉപദ്രവിക്കുന്നവനാണ്, ഇവനൊരു സൈക്കോ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ പ്രണയം തലക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളോട് ഒരാൾ ഇന്ന ആൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്ന പറഞ്ഞാൽ അതൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അതൊക്കെ പിന്നെ എപ്പോഴാണ് കാണുന്നതെന്നറിയോ? അതൊക്കെ അതൊന്നും പ്രശ്നമല്ല, ഞാൻ തിരുത്തും, ഞാൻ റെഡിയാക്കും എന്ന് പറഞ്ഞ് ജീവിതത്തിലോട്ട് വലിച്ചു കയറ്റി കൊണ്ടുവരുമ്പോഴത്തേനും ഈ ഒരാളുടെ ബേസിക് നേച്ചർ മാറാൻ പോകുന്നില്ല. നമ്മൾ തലയും കുത്തി നിന്നെന്ന് പറഞ്ഞാലും ഒരാളുടെ ബേസിക് നേച്ചർ മാറത്തില്ല. നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് അവനത് സപ്രസ് ചെയ്ത് വെച്ചെങ്കിലേ ഉള്ളൂ. അല്ലാതെ അയ്യോ ഇവനോടുള്ള സ്നേഹത്തിൽ എൻ്റെ സ്വഭാവം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മദ്യപിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, നിന്നോടുള്ള സ്നേഹത്തിൽ ആ മദ്യപാനം നിർത്തില്ല. നിന്നോടുള്ള സ്നേഹത്തിൽ കുറച്ച് നാൾ ആ മദ്യപാനം കൺട്രോൾ ചെയ്ത് നിർത്തും, പക്ഷേ വീണ്ടും ഇതുകൊണ്ടുള്ള ടെൻഡൻസി ഉണ്ടാവും, കട്ടുകുടിക്കും, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ പല ആൾക്കാരും നിങ്ങളൊരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോഴത്തേനും യവൻ കൊള്ളൂല, അല്ലെങ്കിൽ യവൾ കൊള്ളൂല, യവൾ അഴിഞ്ഞാട് നടക്കുന്നവനാണ്, യവൻ കഞ്ചാവ് അടിച്ച് നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അത് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനം ഉണ്ടാവും. ഈ നാട്ടുകാർക്ക് മൊത്തവും അറിയാം യവൻ പ്രശ്നക്കാരാണെന്നുള്ള കാര്യം. ഈ പെണ്ണ് മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ പെണ്ണ് ഇന്നലെ മൊഴി കൊടുത്ത സമയത്ത് പറയുന്നുണ്ടായിരുന്നു കൊച്ചിനെ അടിക്കുന്നത് ഇവൾ കണ്ടിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ഇവൾ ആ കൊച്ചിനെ അയാളെ ലയിപ്പിച്ചിട്ട് പോയി. ആദ്യം ചെവിക്കരണം നോക്കി അടിക്കേണ്ടത് ആ പെണ്ണിനിട്ടാണ്. അതിനെ ഒന്നും അമ്മ എന്ന് പറയാൻ പോലും പറ്റത്തില്ല. ഈ 2 കൈ ആ കൊച്ചിൻ്റെ ഒടിഞ്ഞു. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. സൈക്കിളിൽ നിന്ന് വീണൊരു കൊച്ചിൻ്റെ ദേഹത്ത് യാതൊരു വിധത്തിലുള്ള മുറിവുകളോ ഒന്നുമില്ല. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ ഈ ഒരു അവസ്ഥയെ പല ഘട്ടങ്ങളിൽ വെച്ച് ആൾക്കാർക്ക് തടയായിരുന്നു. ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കൊച്ച് വീണ് 2 കാലും ഓടിയുന്നു, 2 കൈ ഓടിയുന്നു, 2 കൈ ഓടിയ സമയത്ത് ഇത് ഡോക്ടറുടെ അടുത്തേക്ക് വന്നു. ഡോക്ടറിന് അനലൈസ് ചെയ്യുമ്പോൾ ആവുമല്ലോ ഇത് സൈക്കിളിൽ നിന്ന് വീണാണോ എന്താ സെറ്റപ്പ് എന്നുള്ളത്. അയാൾ അതിനെതിരെ ആക്ഷൻ ഒന്നും എടുത്തില്ല. അയാളിലേക്കും എനിക്കൊരു പോകണം, അന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയണം. ഈ നാട്ടുകാരിലേക്ക് ഞാൻ വരാം, ബാക്കിയായിട്ട് നമുക്ക് നാട്ടുകാരിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞാൽ അതെൻ്റെ ചേട്ടനാണ്, നമുക്ക് അറിയാൻ കുഴപ്പമില്ല, കുടുംബക്കാരായിട്ടുള്ള സംസാരമുണ്ട്, നല്ല കമ്പനിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഓരോ സമയത്ത് ഓരോ അന്യനെ പോലെയാണ്, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. ഇതിന് മുന്നേ നമ്മളെ വീടിൻ്റെ അടുത്ത് വേറൊരു ലേഡിയായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ നടന്ന സമയത്ത് ആ പെണ്ണുമായിട്ട് കെട്ടിച്ചാടുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്തു. ഇവൻ ഇതൊരു ഫുൾ ടൈം ജോലിയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. ഓരോ ഇൻ്റർവെല്ലനുസരിച്ചിട്ട് ഓരോ പെണ്ണുങ്ങളെ ഇവൻ ചാക്കിലാക്കും, എന്നിട്ട് അവരോട് ജീവിക്കും, എന്നിട്ട് അവരിൽ നിന്നും കിട്ടേണ്ട ശാരീരികമായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതുങ്ങൾ അങ്ങ് തീർത്ത് കളയുള്ള പരിപാടി. ഇവൻ തല്ലുക, കിണറ്റി തള്ളിയിടുക, ഇതെല്ലാം കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇവൻ്റെ ആദ്യത്തെ ഭാര്യേനെ കിണറ്റി തള്ളിയിടാൻ നോക്കിയെന്ന് അവരുടെ ആ പെണ്ണിൻ്റെ അമ്മ പറയുന്നുണ്ട്, ആമിനയുടെ അമ്മ പറയുന്നുണ്ട്. ഇവൻ ഇപ്പം നമ്മൾ കേട്ടു ഇവൻ വേറൊരു പെണ്ണുമായിട്ട് താമസിച്ച് ആ പെണ്ണിനെയും എടുത്ത് കിണറ്റിയിടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നത്. 3 ഈ കുഞ്ഞിനെ 1.5 വയസ്സുള്ള കുഞ്ഞിനെ ഇവൻ മറ്റേ ഈ റെയിൻ ഷെയ്ഡ് ഉണ്ടല്ലോ വീടിൻ്റെ മുകളിലുള്ള 2 കൈയും പൊട്ടിയിരുന്ന കൊച്ചിനെ, ഒടിഞ്ഞിരുന്ന കൊച്ചിനെ അതിൻ്റെ മേളിൽ കയറ്റിയിരുത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓൾറെഡി നാച്ചുറലി അവർ സ്വാഭാവികമായിട്ടും അവർ അവസാനിച്ചു എന്നൊരു സാധനത്തിലേക്ക് എത്തിച്ചേർക്കാനാണ് അവൻ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് എന്തെങ്കിലും ഇതൊക്കെ പിടി വീഴുമല്ലോ നമ്മുടെ. നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയും കൂടെ കാണാം. ഇവനും അവൻ്റെ കുടുംബാംഗങ്ങളും മൊത്തം ഫ്രോഡുകളാണ്. ഇതുങ്ങളെ എല്ലാത്തിനും പെറുക്കി ജയിലിലിടണം. അവൻ്റെ സഹോദരിയുടെ കുടുംബം, ഇവൻ്റെ ഭാര്യ, ഇവനായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ഇവനോട് സഹകരിക്കുന്ന സകലണെന്നിനെ പിടിച്ച് ജയിലിലിടണം. ഞാൻ അത് പറയാൻ കാരണമുണ്ട്. ഇവൻ ഈ കൊച്ചിനെ ഭൂമിയിൽ നിന്ന് അയച്ചതിന് ശേഷം ഇവൻ ആദ്യം ചെയ്ത പരിപാടി നമ്മളെ ദൃശ്യത്തിലൊക്കെ ചെയ്യുന്ന പോലെ തെളിവ് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇവൻ തെളിവ് നശിപ്പിക്കാനായിട്ട് ചെയ്തത് ആ കൊച്ചിൻ്റെ ഐറ്റംസ് എല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു, വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം കത്തിച്ചു. വീട് മൊത്തം കഴുകിയത് അവൻ ഒറ്റയ്ക്കല്ല കഴുകിയത്, അവൻ്റെ സ്വന്തക്കാർ വന്നിട്ട് അവരോട് ചേർന്നിട്ടാണ് ഈ വീട് കഴുകിയത്. സോ ആ ഒരു കാര്യത്തിന് ഇവർ കൂട്ടുനിന്നു. അതിനെ തെളിവ് നശിപ്പിക്കാനും അതിനെ ഒളിച്ചു വെക്കാനും അവനെ സംരക്ഷിക്കാനും ആ കുറ്റകൃത്യത്തെ ഇല്ലാതാക്കാനും കൂട്ടുനിന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം. ഈ പെണ്ണിൻ്റെ അഖില എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ അമ്മ, അഖിലയുടെ അമ്മ
വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വകുത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പോലെ വേണം ഡിസിഷൻ എടുക്കാനായിട്ട്. അല്ലാതെ എന്ത് ചെയ്താലും എൻ്റെ കുഞ്ഞ് കറക്റ്റാണ് ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഉള്ള കുറ്റവാളികൾ ഉണ്ടാകുന്നത്, ഇതേപോലത്തെ കൊടും ക്രിമിനലുകൾ നമ്മുടെ നാട്ടിൽ ഇതാകുന്നത്. ഈ ആമിന എന്ന് പറയുന്ന ഇവൻ ആദ്യം വിവാഹം കഴിച്ച കൊച്ചിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു. ആ കൊച്ചിൻ്റെ തല പിടിച്ചടിച്ചു. കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം അടി തുടങ്ങിയതാണ്. ഈ കൊച്ച് ആശുപത്രിയിലായി കോമയിലേക്ക് പോയി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നേ ഉള്ളൂ. അന്ന് ഇവനെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലത്തെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. നമ്മുടെ ഇവിടെ ഒരുത്തനെ അടിച്ചവശനാക്കിയാൽ ഒന്നും നടപടി എടുക്കത്തില്ലല്ലോ. ഇവിടുത്തെ നടപടി എടുക്കണമെങ്കിൽ എങ്ങനെ? ഒരു ജീവൻ പോകണം. ഒരു ജീവൻ പോയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ നടപടി എടുക്കത്തുള്ളൂ. അന്ന് ഇവനെതിരെ ആക്ഷൻ എടുത്ത് ഇവനെ അകത്തിട്ട് അവൻ്റെ ചെവിക്കരണം നോക്കി പോലീസിൻ്റെ നിന്ന് നല്ല നാളെ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് ഈ ഒരു സ്ഥാനത്ത് നിന്ന് നമുക്കൊരു മോചനം ലഭിച്ചേനെ. ഒന്നും നടക്കാൻ പോകുന്നില്ല. അവനെ വീണ്ടും അവിടെ ചെന്ന് നമ്മളെ ചിലവിൽ തീറ്റി പോറ്റി അവന് കുറേ കാശും കൊടുത്ത് കുറേ ചപ്പാത്തിയും കൊടുത്ത് ഇറങ്ങുമ്പോഴത്തേനും കുറേ പൈസയും കൊടുത്ത് അവന് വെളിയിലോട്ട് വിടും. അവൻ ഇറങ്ങി അടുത്ത പെണ്ണിനെ സെറ്റ് ചെയ്യും, അടുത്ത ആളെ തട്ടും. ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് കണ്ടോ. ഇനി നമുക്ക് ഏതായാലും ഈ ടോയ്സ് കത്തിച്ചത് മറ്റേ വീടൊക്കെ വൃത്തിയാക്കി ആ വാർത്ത ഒന്ന് കേൾക്കാം. കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന വീടാണ് കരിക്കുഴി നെല്ലിക്കുന്നിലുള്ള അഷ്കർ. കഴിഞ്ഞ കുറച്ച് നാളുകളായി വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ് അഷ്കറിന്റെ സഹോദരിയും കുടുംബത്തോടൊപ്പമാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. നമ്മളിവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി ഫോറൻസിക് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ എത്തി ഈ വീട് പൂർണ്ണമായി കഴുകിക്കളഞ്ഞിരുന്നു. വീടിന്റെ ഒരു അവർക്ക് നല്ല ഉറപ്പുണ്ട് അവർ പെടുമെന്നുള്ളത്. അതുകൊണ്ടാണ് അവർ കഴുകി വൃത്തിയാക്കിയത്. സോ തെളിവ് നശിപ്പിക്കൽ ഈ സാധനത്തിനിടണം. നമ്മുടെ നാട്ടിലെ മറ്റൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ഇവനെതിരെ വക്കീലന്മാരൊന്നും കേസ് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന്. നടക്കത്തില്ല. അവന് വേണ്ടി അപ്പിയർ ചെയ്യാൻ ഒരു വക്കീലായില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവന് വേണ്ടി ബാധിക്കുക ഒരു വക്കീലിനെ ഇടുക എന്നുള്ളത്. ഒരു കുറ്റവാളിയുടെ പക്ഷവും ഒരു നിരപരാധിയുടെ പക്ഷവും വാദിച്ച് ഇതാണ് എനിക്ക് സംഭവിച്ചെന്ന് പറയാനുള്ള റൈറ്റ്സ് നമ്മുടെ രാജ്യത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട് അവനായിട്ടൊരു മണ്ടൻ വക്കീലിനെ ഏർപ്പാട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരു വക്കീലിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അവർ മനസാക്ഷി പ്രകാരം ഇനി അവനെ തൂക്കി കൊല്ലാൻ വിധിക്കുമെന്ന് എനിക്കറിയത്തില്ല. വീടിന്റെ പുറകുവശത്താണ് ഈ കാണുന്ന നിലയിൽ കുഞ്ഞിന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കരിച്ച നിലയിൽ ഇവിടെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ നിന്നൊരു ലെറ്ററിന്റെ ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. എസ്കേൻ, അതാണ് നിർണായകമാകുന്നത്. ഈ ലെറ്ററിന്റെ ഭാഗം നമുക്ക് ഈ ക്യാമറ ഇങ്ങോട്ടൊന്ന് കാഴ്ചയിൽ മനസ്സിലായി. അതായത് ഈ കത്തിച്ച അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ ഒരു കത്താണ്. ഇതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് കുട്ടിയോട് മിണ്ടാൻ കൂടി അവർ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു ഭാഗമാണ് ഇതിൽ നമുക്ക് തെളിയിക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ കത്തിക്കരി. ഈ കത്ത് എവിടെ നിന്നാണ് ചിന്തിക്കണം. ഈ കുഞ്ഞിനോട് സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇത് ആർക്ക് എപ്പോൾ എന്തിനെഴുതി? ഈ ഒരു സാധനത്തിനെക്കുറിച്ചൊക്കെ ഉള്ള അന്വേഷണങ്ങൾ വരണം. കഴിഞ്ഞ ദിവസം ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇവന് ഒരു റിഗ്രറ്റും ഇല്ല. ഇവൻ നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇവനെ നാട്ടുകാർ ചില ആൾക്കാർ തല്ലിയവന്മാർക്ക് പോലീസിൻ്റെ നടിയിട്ടി നിയമം കയ്യിലെടുക്കുന്നത് തെറ്റാണെന്നൊക്കെ പറയുമെങ്കിലും അവന് 2 തല്ലിൻ്റെ കുറവുണ്ട്. എനിക്ക് ഒരു പ്രശ്നമില്ല. അവനെ ഒരു 5 മിനിറ്റ് നാട്ടുകാരിലോട്ട് വിട്ടുകൊടുക്കണമായിരുന്നു. ഈ നാട്ടുകാരെ കുറിച്ച് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതൊന്നും നിങ്ങൾക്ക് നോക്കിക്കൂടായിരുന്നു, തിരക്കിക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കാം. ഇതൊന്നും തീർത്തിട്ട് അതിലേക്ക് പോകാം. നിലയിലാണ് അങ്ങനെ ഈ വീട്ടിന്റെ അകത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറൻസിക് സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ വീട് പൂർണ്ണമായി കഴുകി വൃത്തിയാക്കുകയും അത് മാത്രമല്ല കുട്ടിയുടെ വസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള കത്തുകൾ ഉൾപ്പെടെ കത്തിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഫോറൻസിക് സംഘം എത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയാണ്. അതിനു മുമ്പായിട്ടാണ് കഴിഞ്ഞ ദിവസം അല്ല, ഇവൻ്റെ വിചാരം എന്താണെന്നറിയോ? ഇതെല്ലാം കഴുകി നശിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നതിനുള്ള തെളിവുകളെ ഇല്ലാതാവുമെന്നായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധി രാക്ഷസൻ. ഇമാതിരിയുള്ള പൊട്ടന്മാരെയൊന്നും പുറത്ത് വിടരുതെന്നാണ് എനിക്ക് പറയുള്ളത്. പുറത്ത് വിടല്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ലവൻ, ഈ അഷ്കർ എന്ന് പറയുന്ന നാറി. ഇവന് കുറേ ബസ്സുകളും കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാറിനകത്ത് ഇവൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ കുഞ്ഞിനെ പിടിച്ച് ഗിയർ ഇടിക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവൻ ആ കൊച്ചിനോട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നുള്ള കാര്യത്തിൽ. ഇവൻ്റെ കാർ ഇന്നലെ ആൾക്കാർ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഫോട്ടോ ഇവൻ്റെ ഭാര്യ അഖില, ഇപ്പം കൂടുതലുള്ള ഭാര്യ എന്ന് പറയാമെന്ന് എനിക്കറിയത്തില്ല. ഈ 2 ചെകുത്താന്മാരെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പ്രണയം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രണയം പങ്കുവെക്കുവോ, കാമം പങ്കുവെക്കുവോ, തലയും കുത്തി നിൽക്കുവോ, എന്താന്ന് വെച്ചാൽ ചെയ്യും. ഒരു പാവത്തിൻ്റെ ജീവൻ എടുത്തുകൊണ്ടായിരിക്കരുത് നിങ്ങളുടെ ഈ പ്രണയം പങ്കിടലും കുന്തവും കുടച്ചക്കറൊക്കെ. നമ്മൾ ഒരു 10-30 വയസ്സുള്ള ഒരുത്തൻ എന്തോരം വേദന അനുഭവിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മളൊരുത്തൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദന എടുക്കും. നമുക്ക് അറ്റ്ലീസ്റ്റ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ 1.5 വയസ്സുള്ളൊരു കുഞ്ഞിന് അവനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് സഹിക്കുക എന്നുള്ളതല്ലാതെ ഒരു നിർവാഹവും ഇല്ല. അവന് കിട്ടുന്ന ഇൻറ്റൻസിറ്റി ഭയങ്കര വലുപ്പമായിരിക്കും. അവന് വരുന്ന വിഷമം ഭയങ്കര വലുപ്പമായിരിക്കും. അവന് റിക്കവർ ചെയ്യാനുള്ള മെൻ്റൽ സ്റ്റേറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും ക്രൂരനായ ഒരുത്തൻ്റെ കൂടെ ഈ പെണ്ണിന് നല്ല ഉറപ്പുണ്ട് അവൻ ആക്രമിക്കുന്നുള്ളത്. ഇവള് ഈ അഖില എന്ന് പറയുന്നത് മൊഴി കൊടുത്തിട്ടുണ്ട് അവൻ അടിക്കുന്നവർക്ക് അറിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ
കൊലപാതകത്തിന് നീയും ഉത്തരവാദിയാണ്, ഈ ഒരു തെറ്റിന് നീയും ഉത്തരവാദിയാണ്. ഇനി നമ്മൾ ഈ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇത് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇവനുണ്ടല്ലോ, ഈ അഷ്കർ എന്ന് പറയുന്നത്, ഇവൻ 5 മാസം മുമ്പിട്ടാണ് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നത്. ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടി. ഇവന് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലും മറ്റൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ പോയി പരിപാടി ചെയ്യലാണ് ഇവൻ്റെ പണി, അല്ലെങ്കിൽ അതിനെ ശ്രമിക്കലാണ് ഇവൻ്റെ പണി. അപ്പോൾ ഇവൻ വാടകയ്ക്ക് ഒരു വീട് എടുക്കുന്നു, 5 മാസത്തിൽ 3 മാസം താമസിക്കുന്നു. 2 മാസം മുമ്പ് ഈ അഖിലേനെയും കുഞ്ഞിനെയും കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ അഖിലയുടെ അമ്മയോട്, അതായത് ഈ കൊച്ചിൻ്റെ അമ്മൂമ്മയോട് പറയുന്നു, അവനെ 5 ദിവസം ഞാൻ നോക്കും, പിന്നെ അവന് പുഴുത്തോ പട്ടിയുടെ വില തരത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നു. അവിടെ കൊണ്ടുവന്ന് ഇവൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ഈ നാട്ടുകാരുമായിട്ടൊന്നും ഇവൻ യാതൊരു ബന്ധവുമില്ല, ബന്ധം ഇവൻ പുലർത്തിയില്ല. കാരണം ഇവനെക്കുറിച്ച് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ഇമാതിരി സൈക്കോസ് അങ്ങനെ ബന്ധം സ്ഥാപിക്കത്തില്ല. ഇവന്മാർക്ക് ആരോടും മനുഷ്യാഭിമാനമോ സിമ്പതിയോ അവൻ മനുഷ്യനാണെന്നുള്ള സാധനമോ അതുങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യനോ മൃഗമോ ഒരു ജീവജാലത്തിന് വേദന എടുക്കുന്നു ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് വേണ്ടില്ല. അപ്പോൾ ഈ നാട്ടുകാരെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്, നീ ഒന്നും ഇതിനകത്ത് ഇടപെട്ടില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി നാട്ടുകാർ പറയുന്ന കുറച്ച് നമുക്ക് കേൾക്കാം. ട്രിവിയൻ ഫുഡിയുടെ ചാനലിലാണ് വന്നത്. ഞാൻ ട്രിവിയൻ ഫുഡിയുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ചാനലിൽ വന്നൊരു സാധനം നമുക്കൊന്ന് കേട്ട് നോക്കാം. അത് എനിക്ക് പുള്ളി ചെയ്ത ഇനീഷ്യേറ്റീവ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രതി ചേർക്കപ്പെടേണ്ടവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഈ പറയുന്ന നാട്ടുകാരെല്ലാം ഓൺലൈൻ മാധ്യമങ്ങൾ വേട്ടയാടുമ്പോഴും സത്യം എന്തെന്നുള്ളത് നിങ്ങൾ എവരുടെ വായിൽ നിന്ന് അറിയണം. പ്രതിയെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത്രയും വൈകാരികമായി ഇടപെട്ട നാട്ടുകാരെ കുറിച്ച് മീഡിയ വളരെ മോശമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ഈ വിവരം നാട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. വെറും ആശുപത്രിയിലെ 3 ദിവസത്തെ റിപ്പോർട്ട് വെച്ചാണ് നാട്ടുകാർ മീഡിയയോട് സംസാരിച്ചത്. എന്നാൽ മീഡിയ അത് റിപ്പോർട്ട് ചെയ്തത് നാട്ടുകാർക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള രീതിയിലാണ്. ആ ഒരു ഭാഗമായിട്ടാണ് ഇവൻ പറഞ്ഞൊരു കമന്റും. അപ്പൊ അവൻ ഈ കുട്ടിയെ പല സ്ഥലത്ത് ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, കൈയൊടിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് അത് കൊലത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലോട്ടാണ് നമുക്ക് അനുമാനിക്കാൻ പറ്റൂ. അത് പറ്റത്തില്ല. അത് ന്യായമായിട്ടൊരു ചോദ്യമാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ പയ്യൻ ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യുന്നില്ല. ഈ നാട്ടുകാരനായിട്ടുള്ളവൻ പറയുന്നുണ്ട് ഈ കൊച്ചിനെ സൺഷെയ്ഡ് നിർത്തി അവൻ കണ്ടു. ആ സമയത്ത് 2 കൈയും ഒടിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു തേരിയിലേക്ക് ഈ കുഞ്ഞ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കയറി വരുന്നത് കണ്ടു. ഇതിവിടെ പറഞ്ഞു എന്നുള്ളത് പറയുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഒരു കുഞ്ഞിനെ നല്ല രീതിയിലല്ല നോക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ട് ഈ കാര്യം പറയുക എന്നുള്ളതാണ്. ചൈൽഡ് ഹെൽപ്പ് ലൈനിനെ ആര് വിളിച്ച് പറഞ്ഞാലും അവർ എൻക്വയറി ആയിട്ട് വരും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള നോളജ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ്റെ അതായത് ഈ അഷ്കർ, ഈ കൊച്ചിനെ അവൻ്റെ സഹോദരിയുടെ മക്കൾ ഇവൻ്റെ അടുത്ത് ട്യൂഷന് പോകുന്നത്. സോ ഇവനത് അറിയാനുള്ള സോഴ്സ് ഉണ്ടായിരുന്നു, നമുക്കത് ചെയ്യായിരുന്നു. പിന്നെ ചെയ്തില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനുഷ്യനല്ല, നമ്മളങ്ങനെ ചിന്തിക്കത്തില്ല. ഓക്കെ, പോട്ടെ, ബാക്കി പറയാം. പല കുട്ടികളെയും പല സ്ഥലത്ത് വെച്ചും കൈയൊടിഞ്ഞും കരഞ്ഞും കണ്ടിട്ടുണ്ട്. നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് ഇത് കൊല്ലാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കും. അതുപോലെ അവനും ചിന്തിച്ചു. പക്ഷേ അവൻ പറഞ്ഞ ആ ഒരു ബിറ്റിനെ നെഗറ്റീവായിട്ട് മീഡിയ വളരെ രീതിയിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചു കളഞ്ഞു. പ്രദേശം നോക്കിയാൽ മനസ്സിലാവും, വളരെയധികം വിജനതയാണ്. കാരണം അവിടെ അധികം അടുത്തുള്ള വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും പുറത്തറിയുന്നത് വളരെയധികം കുറവാണ്. മാത്രമല്ല കുഞ്ഞിന് 2 കൈ ഒടിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി. ഈ ആശുപത്രിയുടെ പരിശോധിച്ച ഡോക്ടർക്ക് 2 കൈയും പ്ലാസ്റ്ററുടെ ഡോക്ടർക്ക് ചിന്തിക്കാം കുട്ടിക്ക് വേറെ എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും മുറിവുണ്ടോ, അതൊന്നും നോക്കിയോ പരിശോധിക്കുകയോ അല്ലെങ്കിൽ സംശയം പോലും എന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. മാത്രമല്ല ഇത്രയും കവർ ചെയ്ത ഒരു മീഡിയയും നേരത്തെ കുട്ടിയുടെ പ്ലാസ്റ്റർ ആരാണ് ഇട്ടത്, ആ ആശുപത്രി ഏതാണെന്നോ ഏത് ഡോക്ടറാണെന്നോ അങ്ങോട്ട് പോവുകയോ അവിടത്തെ പറ്റി ഒന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബ്രോ, ഇതാണ് പ്രശ്നം. ഈ മീഡിയ എന്ത് ചെയ്ത് നാട്ടുകാരുടെ തലയിലോട്ട് വെച്ച് തരാൻ ശ്രമിച്ചു. നാട്ടുകാരെന്ത് ചെയ്യുന്നു? ഡോക്ടറിൻ്റെ പടലിക്കോട്ട് വെക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും നമ്മുടെ പേര് ഊരാൻ വേണ്ടി ലൂപ്പ് ഹോൾ തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ പണി എന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. ഈ പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റാണ്. എനിക്കും തോന്നിയ സാധനം, ഈ ഡോക്ടർ സൈക്കിളിൽ നിന്ന് വീണെന്ന് പറഞ്ഞ ഒരു മുറിവില്ല, ഒരു ഡോക്ടറിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുറിവ് എങ്ങനെ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഈ ഒടിവ് എങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു സാധനം ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ചെയ്യാൻ പറ്റുന്ന ഏതൊരു സാധനം, ഇവന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക. ഇവൻ ഒരു തരത്തിലും പുറത്തിറങ്ങാതിരിക്കുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ റിഗ്രറ്റ് ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിനി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ എന്തെങ്കിലും കാണുമ്പോഴത്തേനും ജസ്റ്റ് ജെമിനിയോട് ചോദിക്കുക, ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിനെ ഉപദ്രവിക്കുന്ന കണ്ടു, എന്ത് ചെയ്യണം? ജെമിനി പറഞ്ഞു തരും, ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിക്കാൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങൾ നിങ്ങൾ അതിനോട് ചോദിച്ചു നോക്കൂ. എന്നിട്ട് അങ്ങനത്തെ ഉള്ള ആക്ഷൻസ് ചെയ്യൂ. പലരും നമ്മളോട് ചോദിക്കും, നീയൊക്കെ ഇതിനൊക്കെതിരെ പ്രതികരിക്കുന്നതെന്ന്. പ്രതികരിക്കണം. നമ്മൾ കൺമുന്നിൽ കാണുന്ന തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം. ഒരിക്കലും പ്രതികരിക്കേണ്ടത് അവനെ കയറി തല്ലിയിട്ടോ നിയമം കയ്യിലെടുത്തിട്ടോ അല്ല. ഈ സാധനം 4 പേരിലേക്ക് എത്തിക്കണം, അർഹതപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കണം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. പ്രതികരണശേഷിയില്ല നമ്മൾ മനുഷ്യന്മാരെന്തോത്തിനാണ്. അതായത് ഇപ്പോൾ ഈ നാട്ടുകാർ പ്രതികരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടു. അവനെ വാരി പുറകിട്ടടിക്കുന്നത് ഞാൻ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. സംഭവം നിയമപരമായി തെറ്റാണെങ്കിൽ പോലും എനിക്കിഷ്ടപ്പെട്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് നോക്കിയിട്ട് കണ്ട കാര്യങ്ങൾ. എനിക്കിതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുമെന്ന് ഇട്ടാൽ